തുറസായ പ്രദേശത്തിന് സമീപത്ത് നിൽക്കുന്ന ബേലൂർ മഗ്നയെ മയക്കുവെടിവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ദൌത്യസംഘം. ഒപ്പമുണ്ടായിരുന്ന മോഴയാനയുടെ സാന്നിധ്യം ഇപ്പോഴില്ലാത്തതും അനുകൂലമാണ്. മാനിവയൽ പ്രദേശത്ത് നിലയുറപ്പിച്ച ആനയ്ക്ക് സമീപം മറ്റ് വന്യജീവികൾ കൂടിയെത്തി. ഇർഫാൻ ഇബ്രാഹിം സേട്ടുണ്ട് വിശദാംശങ്ങളുമായി. ഇർഫാൻ, കഴിഞ്ഞ 4 ദിവസമായി തുടങ്ങിയ ദൌത്യം ഫലം കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അനുകൂലമായൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ആര്യ, എനിക്ക് തൊട്ടു പിന്നിലായി കാണുന്ന ഈ കാട്ടിലാണ് ഇപ്പോൾ ബേലൂർ മഗ്നയുള്ളത്. വനം വകുപ്പ് ഈ കാട് വളഞ്ഞിട്ടുണ്ട്. ഈ കാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പല സംഘങ്ങളായി തിരിഞ്ഞ് ഉൾക്കാട്ടിൽ ഉൾപ്പെടെ ജീപ്പിലെത്തി ദൗത്യസംഘം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാന വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് ബേലൂർ മഗ്നയുടെ ഒപ്പമുള്ള മോഴയാന. ആ മോഴയാന ഇപ്പോൾ ഇവിടെ ഈ ആനയ്ക്ക് ഒപ്പമില്ല എന്നുള്ളതാണ്. അത് വലിയൊരു അനുകൂല ഘടകമാണ്. കഴിഞ്ഞ 3 ദിവസമായി ഈ മോഴയാന ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു ദൗത്യസംഘത്തിന് അതിൻ്റെ അടുത്തേക്ക്, ഈ മഗ്നയുടെ അടുത്തേക്ക് എത്താൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ആ മോഴയാനയുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളത് വലിയ അനുകൂലമായൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശമായിട്ട് കൂടി അതിൽ മാനിവയൽ എന്ന് പറയുന്ന കാടിനുള്ളിലെ ഒരു വയൽ പ്രദേശമുണ്ട്, തുറസായ പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക്, ഇതിന് തൊട്ടു പിന്നിലായി കാണുന്ന പ്രദേശമാണ്, ആ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശത്തിന് തൊട്ടു പിന്നിലായി കാണുന്ന പ്രദേശമാണ് ഈ മാനിവയൽ. ആ പ്രദേശത്ത് സമീപമാണ് ആന ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലത്ത് എത്തിച്ച ശേഷം ആനയെ വെടിവെക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുമോ എന്നുള്ളതാണ് വനം വകുപ്പ് ഇപ്പോൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് കാട്ടിയുടെയും മറ്റ് മാനുൾപ്പെടെയുള്ള മറ്റ് ജീവികളുടെയും സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യവും അതോടൊപ്പം തന്നെ കുങ്കിയാനയുടെ സാന്നിധ്യം ആന തിരിച്ചറിയുന്നു എന്നുള്ളതും ഒരു ചെറിയ വെല്ലുവിളി തന്നെയാണ്. ഏതായാലും ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെച്ച് മുത്തങ്ങ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തൊട്ടുപിന്നിലായി കാണുന്ന അരുവി, ആ അരുവിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആന ഇറങ്ങുന്ന സമയത്ത് ആ ഒരു തുറന്ന പ്രദേശം ആ സമീപത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് ആനയെ തുരത്തി വെടിവെക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ വനം വകുപ്പ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ കാടിന് തൊട്ടു പിന്നിലായി ഉൾക്കാട്ടിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ദൗത്യസംഘങ്ങൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞു തന്നെയാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണാവുന്ന ആ പ്രദേശത്തിൻ്റെ തൊട്ടു പിന്നിലാണ് ആനയുള്ളത്. ഏതായാലും ഉടൻ തന്നെ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് വനം വകുപ്പിൻ്റെ ഒരു പ്രതീക്ഷ. ആനയുടെ റേഡിയോ കോളർസുകളിൽ നിരന്തരമായി അവർ നിരീക്ഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ആനയുടെ ചലനങ്ങൾ ഡ്രോൺ വിഷ്വൽസ് വഴി അവർ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് കാട്ടിക്കുളത്ത് നിന്ന് കുട്ടയിലേക്ക് പോകുന്ന പ്രധാന റോഡിൻ്റെ സമീപമാണ് ഈ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയാൽ ഈ റോഡ് ഉൾപ്പെടെ താൽക്കാലികമായി അടച്ചുകൊണ്ടായിരിക്കും ആ ദൗത്യസംഘം അവർ വിജയകരമായി പൂർത്തീകരിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രധാന റോഡ് ഇപ്പോൾ വാഹനങ്ങൾ 2 ചെക്ക് പോസ്റ്റുകളിലും, കാട്ടിക്കുളത്തെ RTO ചെക്ക് പോസ്റ്റിലും, അതോടൊപ്പം തന്നെ തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ചെക്ക് പോസ്റ്റിലും, അതോടൊപ്പം തന്നെ കുട്ടയിലെ ആ പ്രദേശത്ത് അടുത്ത് നിന്നിരിക്കുന്ന ബേഗൂർ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ആ പ്രദേശത്തുള്ള ഒരു ഓഫീസിന് മുന്നിലുള്ള റോഡും ആ ഭാഗങ്ങൾ അടച്ച്, കാരണം 20 മിനിറ്റോളം ആന മയക്കുവെടി വെച്ചാലും 20 മിനിറ്റ് അല്ലെ അരമണിക്കൂറോളം ആന പരിഭ്രാന്തനായി അക്രമാസക്തനായി ഓടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾ വരുന്നതും സഞ്ചാര പാതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയൊരു അക്രമത്തിലേക്ക് പോകും എന്ന സാധ്യത കണക്കിലെടുത്ത് ഈ സുരക്ഷ മാനിച്ചുകൊണ്ട് ഈ റോഡ് അടയ്ക്കാനുള്ള സാധ്യതയും വനം വകുപ്പ് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഘോരവനത്തിൽ വലിയ കുറ്റിക്കാട്, 3 പൊക്കത്തിൽ ഉൾപ്പെടെ കുറ്റിക്കാട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിൽക്കുന്ന പ്രധാന വെല്ലുവിളി. എങ്കിൽ തന്നെ പടക്കം പൊട്ടിച്ചുകൊണ്ടും റോഡിലേക്ക് അല്ലെങ്കിൽ മാനത്തേക്ക് വെടിവെച്ചുകൊണ്ടും ശബ്ദമുണ്ടാക്കി ആനയെ കുങ്കിയാനയുടെ സഹായത്തോടു കൂടി തുറസായ പ്രദേശത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വനം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ദൗത്യം വിജയത്തിലേക്ക് എത്തി എന്ന് നമുക്ക് എത്തുന്നു എന്ന് പറയാൻ കഴിയും. കാരണം ആനയുടെ തൊട്ടടുത്ത് തന്നെയാണ് ദൗത്യസംഘം ഉള്ളത്. ഏകദേശം 50 മീറ്ററോളം അടുത്ത് ദൗത്യസംഘം എത്തിയിട്ടുണ്ട്. പല സംഘങ്ങളായി തിരിഞ്ഞ് ആന നിൽക്കുന്ന പ്രദേശത്തിന് 50 മീറ്റർ അടുത്ത് തന്നെ ഒരു സംഘം എത്തിയിട്ടുണ്ട്. മറ്റ് 2 സംഘങ്ങൾ 100 മീറ്റർ പരിധിക്കുള്ളിൽ തന്നെ എത്തി നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം വന്നാൽ ഉടൻ തന്നെ മയക്കുവെടി വെക്കാനാണ് ഇവരുടെ തീരുമാനം. ആദ്യ ഡോസ് നൽകി 10 മിനിറ്റ് ശേഷം നിരീക്ഷിക്കും. അതിനുശേഷം മാത്രമായിരിക്കും 2ാം ഡോസ് നൽകുക. ഒരുപക്ഷെ ആദ്യ ഡോസ് വലതുഭാഗത്തെ കാലിൽ പിൻകാലിൽ വെക്കാൻ കഴിയും എന്നാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അതായിരിക്കും കുറച്ചുകൂടി
അവർക്ക് എളുപ്പമായി നിൽക്കുക. ആന തിരിഞ്ഞോടിയാലും പിൻകാലിൽ ഇടതയോ വലതോ പിൻകാലുകളിൽ വെക്കാനാണ് കുറച്ചുകൂടെ സൗകര്യം എന്നാണ് വനം വകുപ്പ് അവരുടെ ദൗത്യസംഘം നമുക്ക് നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും ഓപ്പറേഷൻ മഗ്ന അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റ് കാട്ടാനയുടെ സാന്നിധ്യമാണ്. പ്രധാന ആനത്താരി കടന്ന് ഈ കുട്ട തിരുനെല്ലിയിൽ നിന്ന് അല്ലെങ്കിൽ തിരുനെല്ലിയിലേക്ക് പോകുന്ന കുട്ട കാട്ടിക്കുളം ആ റോഡിലെ പ്രധാന ആനത്താരി ബേഗൂർ ആനത്താരി കടന്ന് ആന ഇപ്പോൾ ഈ തൊട്ടു പിന്നിലായി കാണുന്ന വനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ആനത്താരിയിലുള്ള മറ്റ് ആനയുടെ സാന്നിധ്യവും രാവിലെ പുലർച്ചെ ഒരു വെല്ലുവിളിയായി നിന്നിരുന്നു. എന്നാൽ കാട്ടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ പടക്കം പൊട്ടിച്ച് തുരത്തിയ ശേഷം ഈ ആനയെ മാത്രം ഒറ്റപ്പെടുത്തിയാണ് ഇപ്പോൾ വനം വകുപ്പ് മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും ഡ്രോൺ ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ ഒരു നിരീക്ഷണത്തിൽ കീഴിൽ തന്നെയാണ് ഇപ്പോഴും ആനയുള്ളത്. അതൊരു അനുകൂല ഘടകമാണ്. മണിക്കൂറുകളോളമായി 50 മീറ്റർ പരിസരത്ത് എത്തിയെങ്കിലും ആന ഒരു കുറ്റിക്കാട്ടിലാണ് ഉള്ളത് എന്നാണ് ദൗത്യത്തിന് പോയിരിക്കുന്ന ദൗത്യസംഘത്തിലെ അംഗങ്ങൾ നമുക്ക് നൽകുന്ന വിവരം. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായ ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ബേലൂർ മഗ്നയെ ഇന്ന് തന്നെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യസംഘം. ദൗത്യം തുടരുകയാണ്. ഇപ്പോഴും ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് വിശദാംശങ്ങൾ നൽകിയത്.